ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞു കാർ പാർക്കിങ്ങിൻ്റെ സീരീസ് തുടങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കിട്ടീനു, പിന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗെയിം തുടങ്ങി, ഗെയിമിങ്ങൾക്ക് കാണിച്ചു തന്നു, അതുപോലെ തന്നെ ഗെയിമത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്, നമ്മളൊരു പുതിയ വണ്ടി എടുത്തു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ കുറച്ച് ക്യാഷും കാര്യങ്ങളും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, അപ്പോൾ കുറച്ചധികം പരിപാടീസ് ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗ്രാഫിക്സ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന നേരത്തെ ഗ്രാഫിക്സ് കൂട്ടിയിട്ടില്ല, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമ്മൾ നല്ല ഫോണൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്തിടും. നമ്മൾ ഏകദേശം ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു എപ്പിസോഡായിരിക്കും കേട്ടോ. എന്നാലും മാക്സിമം കാണാൻ നോക്കുക, കാരണം അടിപൊളിയായിട്ട് നമ്മൾ സംഭവം ഇതാക്കണത്. ഈ മൊബൈൽ ഓൺ ആക്കുമ്പോൾ നമ്മൾ വണ്ടി ഇതേപോലെ തട്ടും. നിങ്ങൾക്ക് ആദ്യം ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു എഡിഷണൽ നെയിമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്പാരോ എന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഡിഷണൽ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നമുക്ക് എന്തായാലും അതിട്ടാം. അപ്പോൾ സോണൊന്നും അടിയണില്ല കേട്ടോ, അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടീൻ്റെ മൊത്തത്തിൽ ഔട്ട്ലുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് മാറുമ്പോൾ തന്നെ വണ്ടി നമ്മളെ പേരൊക്കെ മായുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ കണ്ടോ ഗൈസ്, ഒരു മിനിറ്റ് ഞാനൊന്ന് ഇതാക്കി നോക്കട്ടെ. അതായത് ജോയ്സ്റ്റിക്ക് ബഗ്ഗാണ്. ഓ ഗൈസ്, നമ്മൾ സാധാ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്താൽ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ വലിയ നേക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി അപ്പോൾ എന്തായാലും എക്സ്പോസിനോട്ട് കുറച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും നോക്കുക. ഇതാണ് നമ്മൾ വണ്ടി വരുന്നത്, മെർസിഡീസ് ബെൻസിൻ്റെ ഒരു വിൻറ്റേജ് മോഡലാണ്. C600 അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി മൊത്തം ഇവിടെ എല്ലാവരും വന്ന് കൂടി നിൽക്കണ്ടിട്ട് എന്താ സംഭവം എന്നറിയില്ല. ഈ വണ്ടി കൊള്ളാമല്ലേ, നൈസ് വണ്ടി. പക്ഷേ ആകെ എന്തൊക്കെയുണ്ട്, അയ്യോ കയറി നോക്കാം. ഇൻറ്റീരിയർ കാണിച്ചു തരാം ഞാൻ. കുഴപ്പമില്ല, എക്സോസ് നോട്ട് വലുതായിട്ടൊന്നുമില്ല. ചില വണ്ടിയാണ് അടിയിട്ടുണ്ടെങ്കിൽ മുന്നേ നമുക്ക് ഇറങ്ങി നോക്കാം. എക്സോസ് നോട്ട് പോയിട്ട് ഒരു തേങ്ങയും കിട്ടുന്നുണ്ട് ഗൈസ്. ഒന്നും ഇതിലൊന്നും എക്സോസ് അങ്ങനത്തെ ഫുൾ എക്സ്റ്റീരിയർ ആയിരിക്കും വർക്ക് ചെയ്തിരിക്കുക. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ പരിപാടിക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നൈസിൽ നമുക്ക് കാറിൻ്റെ പിന്നെ നമ്മളെ വണ്ടി കയറ്റാൻ പറ്റുമോ നോക്കിയാൽ നമുക്ക്. ഓക്കെ, നമുക്കിന്ന് നോക്കാം. ചിലപ്പോൾ ചെക്കൻ കയറും. ഓക്കെ, 1 മിനിറ്റ്. ഓൻ പോകുന്നുണ്ടോ അറിയില്ല. എനിക്കാണോ ബഗ്ഗ് മനസ്സിലാക്കാൻ പറ്റാത്ത ടൈമാണ്. ഹലോ, മലയാളിയാണോ? സോ ഇത് മലയാളികളെ ഇത് തന്നെയാണ്, അതായത് ഇന്ത്യൻ സെർവർ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് എന്തായാലും സെറ്റാക്കാം എത്രയും പെട്ടെന്ന്. അപ്പോൾ എന്താണ് ചെയ്യുക, നമുക്ക് എന്തായാലും ഓന് പോണ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ പതിയെ നോക്കാം ഗൈസ്. ഞാൻ പിന്നെ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്തായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നല്ല ലാഗ് ഇതാരെ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് വണ്ടി കയറി നമുക്ക് നമ്മളെ പരിപാടി നോക്കണ്ട, പെട്ടെന്ന് നോക്കാം ഗൈസ്. നമുക്ക് അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഗിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് പതിയെ പോകാം. പാർക്കിങ് റിവേഴ്സ് ചാടുന്നില്ല. നമ്മൾ ക്ലച്ചില്ല വണ്ടി ഓടിക്കാത്തതെന്ന് വെച്ചാൽ ലാഗ് കാരണം തന്നെ കേട്ടോ. ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റി നമുക്ക് എന്തായാലും നമ്മളെ കാർ സെയിലിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ കാർ സെയിൽ കൂട്ടുകയാണ്. നമുക്ക് മനസ്സിലാകാത്തതാണ് ഗൈസ്. കാർ സെയിൽ നമ്മൾ പലയിടത്താണ് സ്പാനാവണത്. ഇതൊരു പാലല്ലേ, ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ ആയിരുന്നല്ലോ. ആ ഒരു ഭാഗത്തേക്കാണ്, അല്ല ആ ഭാഗത്തേക്കല്ല, ഈ ഭാഗത്തേക്കല്ല. എന്നാലും പോയൊക്കെ ചിലപ്പോൾ ഇതേ ഭാഗത്താണ് ഗൈസ്. ഒരു സിറ്റിയിലൊരു നമുക്കറിയാത്തൊരു ഭാഗത്തു കൂടെയൊക്കെയാണ് പോകുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മര്യാദക്ക് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയും ഇവിടെ എത്തിയിട്ട് കാര്യം നമുക്ക് എത്തേണ്ട. അപ്പം നമ്മളെന്തായാലും ഈ വഴിയല്ല ഗൈസ്, നേരെ പോയിക്കാണ്ട് അപ്പുറത്തെ സിറ്റി ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വണ്ടി ഈ ഭാഗത്ത് കൂടെ ഇറങ്ങി നോക്കാം നമുക്ക്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇറങ്ങി നോക്കാം, കാരണം ഇങ്ങനെ ഒരു കയറുന്ന സ്ഥലത്ത് തന്നെയാണ്. അതാണ് ഇപ്പം ബാക്ക് തിരിച്ച് പോയി നോക്കാം നമുക്ക്. അവിടെ കാരണം നമുക്ക് എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാം. ഇവിടെയാണ്. നിങ്ങൾ കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യ്.
പിന്നെ ഇത് ഹാൻഡിലിങ്ങിന് കുറച്ച് ഗതികേടാണ്, വിൻറ്റേജ് മോഡലായതുകൊണ്ട്. അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചെയ്യും, കാരണം നമുക്ക് സജഷൻ കൂടുതല. അപ്പം അങ്ങനെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളും പ്ലീസ്, ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് കൂടെ പോയോക്കാം. അപ്പം നമുക്ക് എന്തായാലും നേരെ പോയോക്കാം. ഇവിടെ ഏനല്ല അത് ഇതൊക്കെ ആ ബ്രിഡ്ജിൻ്റെ അവിടുത്തെ, ഇവിടെ ഒന്നല്ല അത്. നമുക്ക് എന്തായാലും തിരിച്ച് പോകണം. നമ്മൾ പ്രോപ്പർ ഡ്രൈവിങ് വരെയാണ് ഈ അടിയിൽ. ഇവിടെ അല്ല ഗൈസ്, എന്താ സിറ്റി എത്തി. നമ്മളെ വണ്ടി കേട് വന്നിക്കണോന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് തട്ടി നമ്മളെ വണ്ടി. അപ്പം എന്തായാലും ഉറപ്പായി കേട് വന്നിക്കണമെന്ന്. നമുക്ക് എന്തായാലും മേലെ കയറ്റി പണിയെടുപ്പിച്ച. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നിൽ കൂടെ ഒരു BM ഒക്കെ പോകുന്നുണ്ട്. നമ്മളെന്നാലും നമ്മൾ പണിയെടുപ്പിച്ചിട്ട് പോകാം. കാറ് സെയിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നോക്കാം. മലയാളി കയറിയിട്ടുണ്ട് കേട്ടോ, ജിഷ്ണു. പറ്റും, കൊള്ളാവോ ബ്രോ, എനിക്ക് 20,000 വേണം, തരുമോ എന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, ഇതുമാതിരി എടുത്തിട്ട് നമുക്ക് എന്തായാലും കാർ റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഇതുമാതിരി എടുത്തിട്ട് കാർ റെഡിയാക്കാം നമുക്ക് എന്തായാലും. പിന്നെ ഈ കാറിൻ്റെ അടി അത്യാവശ്യം നല്ലോണം ഞാൻ താത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ടയറിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഞാൻ അതിനും പൈസ കൊണ്ടുവരും. നമ്മളെന്തായാലും നമ്മളെ വണ്ടിൻ്റെ സൗണ്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സൈലൻസർ മാത്രം മതി, V12 എഞ്ചിന് വേണമെന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ സൗണ്ട് ഇത്രയും പെട്ടെന്ന് കൂട്ടണതേ. കാരണം നമുക്ക് മറ്റേ സൗണ്ടല്ലോ ആഷർ പറഞ്ഞ മാതിരി, അതേമാതിരി വേണം. ഓക്കെ, നമുക്ക് മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇനിയപ്പോൾ അവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കാർ സെയിലിനോട് പോകാൻ എല്ലാവരും അവിടെ ഉണ്ടാവുക, മനസ്സിലായോ? അപ്പം എന്തായാലും നമുക്ക് കാർ സെയിലിൻ്റെ അങ്ങോട്ട് പോകാം. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് എനിക്ക്. എന്താണ് നമ്മളിട്ടത് ഇതുവരെ മാറിയില്ല. ഇവിടെ അല്ലേനു. ഈ താഴത്തേക്ക് ഇറങ്ങിയാണ് തന്നെ പോകേണ്ടി വരും ഇനി തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയോ, കാരണം അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മനസ്സിലായോ? നമുക്ക് ഇന്നെങ്കിലും എക്സോസ്റ്റൊക്കെ വെച്ചുകൊണ്ട്, ഇന്ന് നമ്മൾ എക്സോസ്റ്റ് വെക്കണ വീഡിയോ, ഇതാരാ വിളിക്കുന്നത് വെറുതെ. എക്സോസ്റ്റ് വെക്കണ വീഡിയോ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ സൗണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കില്ല. ഓക്കെ, നമുക്ക് എന്താ ഇത് കാർ മെക്കാനിക്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറം സൈഡിലായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നേരെ പോയിട്ട് ഈ സൈഡിലാണ് ബ്രിഡ്ജ് വരിക. നമുക്ക് എന്തായാലും ബ്രിഡ്ജ് വഴി കയറി പോകണം. കണ്ടോ ഗൈസ്, ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമുക്ക് ബ്രിഡ്ജിക്ക് പോകേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് ഇനി ബ്രിഡ്ജ് കയറി നോക്കാം. കാരണം ഈ കാറ് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ കാറെടുത്ത് അതിന്മേൽ V12 കയറ്റി നമുക്ക് എന്തായാലും പൊട്ടിക്കാം. ഇത് പിന്നെയും വജ്ജെത്തി ഗൈസ്. ബ്രിഡ്ജ് എവിടെയാണ് അപ്പോൾ ശരിക്കും? നമ്മൾ കുറേ നേരമായി ബ്രിഡ്ജ് തപ്പണു. ഇത് സിറ്റി ആകെ മാറിയിരിക്കണു. ഈ ഡോണറ്റ് ഷോപ്പൊക്കെ പുതിയ വന്നതാണ് സിറ്റിയിൽ. അതായത് ആ മേലേനു, പക്ഷെ എപ്പോഴും മേലെ ഉണ്ട്. ഈ ലെഫ്റ്റ് കണ്ട ഗിഫ്റ്റ് ബോക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നേരെ ആ ബ്രിഡ്ജ് പോവാം ആദ്യം. ബ്രിഡ്ജ് ആക്കണു ഗൈസ്, നമ്മൾ കണ്ടു. ഇതാകെ മാറിയിരിക്കണു കേട്ടോ സിറ്റി. നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ എടുക്കണം. ഇനി നമുക്ക് എന്തായാലും ഈ വണ്ടി ഹാൻഡിലിങ്ങിന് നല്ല കഷ്ടപ്പാടുണ്ട്. നമുക്ക് എന്തായാലും ബ്രിഡ്ജ് കയറി കാറ് വിൽക്കണോടത്തേക്ക് പോയോക്കാം. അവിടെ എപ്പോഴും ഞാൻ ചോദിച്ചിന്, ആ ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനി കാർ സെയിൽ പോയാലോ പോലെ അറിയുള്ളൂ. ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട വണ്ടീനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം, കാരണം അത് മലയാളി കഴിഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം. എന്തോ പറ്റി ഗൈസ്, കാറ് നീങ്ങണില്ല. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ കാർ സെയിലിൻ്റെ സ്ഥലം വരുന്നത്. നമുക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ കടി തട്ടും, അങ്ങനെ ഒരു സീനുണ്ട്. ഈ ഫുട്പാത്തുമ്മ കയറിയാലൊക്കെ അടി തട്ടും. മുന്നിലൊക്കെ ഒരു വണ്ടി, ഇത് BM ആണോ ഡോർജാണ് ഗൈസ്. നമ്മൾക്ക് എന്തായാലും ഭാഗ്യത്തിനടിക്ക് ചാടിയില്ല. ഇനി ഇത് തുറന്ന് നമുക്ക് പോയോക്കാം. ഇവിടെയൊക്കെ വിൽക്കാൻ നല്ല റേറ്റുള്ള കാറുകളാണ് വരിക. 20 ലക്ഷം അങ്ങനെയൊക്കെയാണ് വരിക. നമുക്ക് ഈ കാറ് നമുക്ക് ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഉറുപ്പ്യൊക്കെ 20 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുക്കാം. നമുക്ക് 2 ലക്ഷം മതി, സാരമില്ല. 2 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാലും ലാഭമാണ്.
കാരണം കാറിന് 1,00,000 ഉറുപ്പ്യ ഉള്ളൂ. അപ്പം നമുക്ക് അപ്പുറത്തൊരു സുപ്രൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതന്നെ ഇടാം. അല്ല, നമ്മളെ വണ്ടീൻ്റെ മുന്നൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി വിൽക്കാനൊന്നും പറ്റും തോന്നുന്നില്ല. എന്തായാലും ആരും വരുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പിന്നെ അപ്പുറത്തൊരു പജേരോയും പിന്നെ ഏതാ ഹമ്മറാണോ ജീപ്പും കൂടിയും ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം. ബാക്കിൽ ആ ഡോർജ് പിന്നെയും വന്നു. ഇതാ സൈഡിൽ സുപ്ര. ഈ ചങ്ങായി കുറേ നേരമായി ഇവിടെ കടന്ന് കളിച്ചണു. ചോനെ തീരെ പറ്റണില്ല. നമുക്കെന്തായാലും പോയിക്കാണ്ട് ഏകദേശം പൈസ ഒക്കെ കിട്ടി തോന്നുന്നുണ്ട്. നമുക്ക് അതിന്മേൽ കയറ്റാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ 2-3 ലെവൽ കളിച്ചിട്ടാണെങ്കിൽ നമുക്ക് പൈസ എടുക്കാം. ഇത് നല്ല ലാഗ് ഉണ്ട്. എൻ്റെ ലോയിൻ്റെ ഡിവൈസാണ്. ഇപ്പോഴും ഇനി നമുക്ക് പൈസ ഇട്ടാണ്ട് നമ്മളെ ഇത് വാങ്ങണമെങ്കിൽ ടർബോ വാങ്ങണമെങ്കിൽ ഇനി 3000 സംതിങ് പൈസ നമുക്ക് കിട്ടാണ്ട്. നമുക്ക് ആ പൈസ കിട്ടിയിട്ട് നമ്മളെന്തായാലും ടർബോ ഇന്ന് തന്നെ കയറ്റും. എന്നിട്ട് നമുക്ക് നാളെ നോക്കാം പൊട്ടുണ്ടോയെന്നൊക്കെ. ഏതായാലും നമ്മൾ ഒരു BMW ഉണ്ട്. വളവൊക്കെ തിരിച്ചിറക്കാനുള്ളത് ഒരു പണ്ടാറ വളവാണ്. തിരിച്ച് കളിച്ചാൽ വെക്കായിട്ടാണ് അവിടെ ഇട്ടതേനു. ഇപ്പം നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഇത് ലോഡാവാണ്, വരുന്നില്ല കേട്ടോ. വന്നു. നമുക്കെന്തായാലും ഈ BMW അടിയിൽ ഇറക്കി കൊടുത്തുകൊണ്ട് പൈസ മേടിച്ച് പെരി പോവാം. ആകെ 55 മിനിറ്റോ 50 സംതിങ് ഒക്കെ ഉള്ളൂ, സെക്കൻഡ് ഉള്ളൂ. നമുക്കെന്തായാലും നോക്കാം. നമുക്ക് ഈ റോട്ടിൽ കൂടെ തന്നെ എടുക്കേണ്ടി വരും. കാരണം അപ്പുറത്തെ കൂടെ ഒക്കെ എടുത്താലും വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം സ്പോർട്സ് കാറല്ലേ. ഒരട്ടം പൊട്ടി. ഇനി നമുക്ക് പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ റോഡ് ഇറക്കി കിട്ടിയാൽ തന്നെ ഭാഗ്യമായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഒരു തേങ്ങയില്ലാന്ന് ഇച്ചറിയാം. എന്നാലും നമ്മളിത് ഇങ്ങനെ ഇടും. നമുക്കെന്തായാലും ഇത് അടിയിലെത്തിയിട്ട് കാണാം. ഇത് വളച്ചെടുക്കാൻ നല്ല കഷ്ടപ്പാടാട്ടോ. ഇത് അടിയിലെത്തുമ്പോൾ തന്നെ ഇനിയും പൊട്ടും തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ നൈസ് റോഡ്. നമ്മളെ ഈ ജീപ്പ് താറൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി റോഡാണ്. ഇതിൻ്റെ മേലെ നിന്ന് അടിയിക്കാൻ ചാടിച്ചാൽ മതി. നമുക്കങ്ങനെ ചെയ്താൽ മതിയേനു ശരിക്കും. പക്ഷെ പൊട്ടും. എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിക്ക് ചാടിയാൽ പൊട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചാടിച്ചത്. നമുക്കെന്തായാലും അടിയിലേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ജയിച്ചും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അടിയിലെത്തിക്കണം. ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് പൈസ എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് നമ്മളെ ട്വിൻ ടർബോ കയറ്റാൻ പറ്റുമോ നോക്കാം. അപ്പം നമുക്ക് 240 ഉറുപ്പ്യൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി എന്തായാലും നമുക്ക് മെനു പോയിക്കാണ്ട് ചെയ്ത് നോക്കാം. ഇതിനി മെനു അടിയില്ല. നമുക്ക് ആദ്യം ഗെയിം ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട് ഇതിന്. ട്രക്കൊക്കെ തെറിച്ച് കണ്ടില്ലേ. നമുക്കെന്തായാലും ഗെയിം ആദ്യം എടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഗെയിം ആദ്യം എടുത്തിട്ട് കാണാം. നമ്മൾ ഗെയിം കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പൈസ കിട്ടിയിരുന്നു. നമ്മൾ വെറുതെ ലെവലൊക്കെ കളിച്ചു. നമ്മൾ ഈ ദിവസം, അതായത് 7 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടുമല്ലോ. അത് കിട്ടാണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഇതിൽ ട്വിൻ ടർബോ അങ്ങോട്ട് കയറ്റാം. പിന്നെ എക്സോസ്റ്റ് വേണ്ടി വരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എക്സോസ്റ്റ് ഇല്ലൊക്കെ പിടിച്ച് കയറ്റാം. നമുക്ക് എന്തായാലും 50 ഉറുപ്പ്യ സംതിങ്ങിനാണ് നമുക്ക് ട്വിൻ ടർബോക്ക് വരുന്നത്.
മിക്കവാറും തോന്നുന്നുണ്ട് V12 കയറ്റാതെ നമുക്ക് വണ്ടി പൊട്ടൂലെന്ന്. എന്നാലും നമുക്ക് ട്വിൻ ടർബോ എടുത്തുക്കണു. ഇനി എക്സോസ്റ്റ് നമുക്ക് എടുക്കാം. എക്സോസ്റ്റ് അതേമാതിരി ഇൻ്റർജോണൽ 2 എക്സോസ്റ്റ്, ഒരു എക്സോസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലും പണി വണ്ടിമേ എടുക്കണം. വണ്ടിമേ നമുക്ക് വേറൊരു പണി എടുക്കാം. നമുക്ക് എന്തെങ്കിലും എടുക്കണമെന്ന്. ഫസ്റ്റ് നമുക്ക് വണ്ടിമേ സ്പോയിലർ കയറ്റാം. നമുക്ക് വണ്ടിമേ നമ്മളെ ഒരു ബ്ലാക്ക് സ്പോയിലർ മാതിരി നമുക്ക് വണ്ടിമേ കയറ്റാൻ പറ്റുമോ നോക്കാം. സ്പോയിലർ കയറ്റാൻ അടിപൊളിയാവും. നമുക്ക് സ്പോയിലർ കയറ്റാം. ഈ സ്പോയിലർ അടിപൊളി, ലാസ്റ്റത്തെ സ്പോയിലർ നോക്കാം നമുക്ക് എന്തായാലും. അത് അടിപൊളിയാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് കുറച്ച് വലിപ്പം കൂടിയേക്കണു. നമ്മളെ വണ്ടി ചെറുത്, സ്പോയിലർ വലുതായിക്കണു. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഈ സാധനം മാറ്റിക്കാണ്ട് നമുക്ക് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ചെറിയ സ്പോയിലർ തന്നെ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ചെറുതല്ലേ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഈ സ്പോയിലർ തന്നെ അങ്ങോട്ട് ഇടാം അല്ലേ. ഈ സ്പോയിലർ ഇടാം നമുക്ക്. എന്നിട്ട് നമുക്കാണെങ്കിൽ വണ്ടി ട്യൂണ് ചെയ്ത സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ ഒരു വീഡിയോയിലായിട്ട് കാണിക്കുന്നതാണ്. അതായത് അവിടുത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഏത് വണ്ടിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.